ഇന്നസെന്റിന്റെ അയൽക്കാരിയായ സോഫിക്ക് ഒരാഗ്രഹം. ഇത്തവണത്തെ ക്രിസ്മസിന് വലിയ നക്ഷത്രം തന്റെ വീടിന് മുന്നിൽ തൂക്കണമെന്ന്. ഇടവകയിൽ അതുവരെ വലിയ നക്ഷത്രം തൂക്കി പ്രമാണിത്വം തെളിയിച്ച ഇന്നസെന്റ് ഇത്തവണത്തേക്ക് സോഫിക്ക് വഴി മാറിക്കൊടുത്തു. സോഫി വളരെ ആഘോഷപൂർവ്വം നക്ഷത്രമുയർത്തി. പടക്കം പൊട്ടിക്കേണ്ടത് സോഫിയുടെ അനിയൻ ജോസിനും വിളിച്ചു പറയേണ്ട ചുമതല ഇന്നസെന്റിനും നൽകി. തീ വെച്ചോ. അയ്യോ, എന്റെ നക്ഷത്രം പോയി. എന്നെ ചതിച്ചു അല്ലേ? നക്ഷത്രം വേണ്ടതിന് മുമ്പ് പടക്കത്തിന് തീ കൊടുത്താ പറഞ്ഞു അല്ലേ? ഞാൻ മുകളിൽ എത്തിയിട്ട് തന്നെയാ പറഞ്ഞേ. ഇന്നസെന്റ് കൃത്യസമയത്ത് തന്നെ പറഞ്ഞത് ഞാൻ കണ്ടോണ്ടിരിക്കല്ലേ. നീ സൈഡ് മാറിയല്ലേ? എനിക്കറിയാം നിങ്ങളൊക്കെ ഒറ്റ കെട്ടി തീർന്നതിന് മുമ്പ് പടക്കം പൊട്ടിയതുകൊണ്ടാ അതിലെ പാട്ടുകൾക്ക് മറിഞ്ഞത്. കുറച്ചു നേരത്തെ പറഞ്ഞില്ലേ എന്നൊരു സംശയം. ഏയ്, ഞാൻ അങ്ങനെ ചെയ്യൂ? നമ്മളെല്ലാരും ഒരുമിച്ച് കൂടിയിരുന്നല്ലേ ഇതുണ്ടാക്കിയത്. എനിക്കറിയാം. എന്റെ വീടിന്റെ മുമ്പില് നക്ഷത്രം തൂക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയതാ ഇന്നസെന്റ് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്ന്. ഞാൻ കരുതിയതുപോലെ തന്നെ സംഭവിച്ചു. സോഫി, ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കണം. പടക്കം തെറിച്ച് സോഫിയുടെ അടുത്ത് വീഴുമെന്ന് ഞാൻ കരുതിയോ? ഇത്ര പെട്ടെന്ന് പടക്കത്തിന് തീ കൊടുത്തു ഞാനും കരുതിയോ? കഴിഞ്ഞത് കഴിഞ്ഞു. അടുത്ത തവണ ഇതിലും വലിയ നക്ഷത്രം ഉണ്ടാക്കി നമുക്ക് ഇവിടെ തൂക്കാം. വേണ്ട, ഇനി ഇന്നസെന്റ് ആയിട്ട് ഒരു കൂട്ടുമില്ല. എന്തായാലും ഇന്നസെന്റ് പുൽക്കൂട് ഭംഗിയായി തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. സന്തോഷായില്ലേ? എന്നാലും എന്നോട് ഇത്രയ്ക്ക് ചെയ്യണ്ടായിരുന്നു. സോഫി, എന്നെ വിശ്വസിക്കണം. ഞാൻ പറയുന്നത് സത്യാണ്. വേണ്ട, എനിക്ക് ഒന്നും കേൾക്കണ്ട. പോടാ. നീ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. ഇവരൊക്കെ കണ്ടു നിൽക്കിയല്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരിക്കും എന്താ സംഭവിച്ചത്? ആർക്കറിയാം? അമ്മായി ബസ് കാത്ത് നിൽക്കുവാണോ? പിന്നല്ലാണ്ട്. നിന്നെ പോലെ പെണ്ണുങ്ങളുടെ വായി നോക്കി നിക്കലല്ല എന്റെ പണി. അമ്മായി എന്തിനാ പെണ്ണുങ്ങളുടെ വായി നോക്കാൻ നിക്കണേ? ആണുങ്ങളുടെ ആവാലോ. പക്ഷേ ആ പ്രായമൊക്കെ കഴിഞ്ഞു അല്ലേ അമ്മായി? ഇപ്പൊ എങ്ങോട്ടാണാവോ? എനിക്ക് പോകേണ്ട അടുത്തൊക്കെ നീ കൊണ്ടുപോകോ? അയ്യോ, അതിനൊന്നും എന്നെ കൊണ്ടൊന്നല്ല, ആർക്കും ആവില്ല. അമ്മായിക്ക് പല സ്ഥലത്തും പോകാനുണ്ടാവും. ഓരോ സ്ഥലത്തുനിന്നും പോർക്ക്, ചിക്കൻ, പോത്ത്, താറാവ്. ക്രിസ്മസ് കഴിയുമ്പോ അമ്മായി ഒന്ന് തടിക്കും. അത് കഴിഞ്ഞാ ക്ഷീണിച്ചു തുടങ്ങും. പിന്നെ അടുത്ത ക്രിസ്മസിന് വീണ്ടും മിനുങ്ങും. അതാണല്ലോ പതിവ്. തീറ്റ കുറയ്ക്കണ്ട. അടുത്ത ക്രിസ്മസ് വരെ പിടിച്ചു നിക്കണ്ടേ? അത് നീ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. നിന്റെ അമ്മയെ കാണുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, മറ്റു മക്കളൊക്കെ പഠിച്ചു നന്നാകും, നീ മാത്രം വായിലെ നാക്കുകൊണ്ട് നന്നാകുമെന്ന്. ഓ, അമ്മയുടെ അനുഗ്രഹം ഉണ്ടല്ലോ, അത് നന്നായി. അനുഗ്രഹം കൊടുക്കാൻ പറ്റിയ സാധനം. എന്താ ഈ ബസ് വരാത്തെ? നിനക്ക് എന്നെ പറഞ്ഞേക്കാൻ തിടുക്കല്ലേ? ബസ് വരെ ഇത്തിരി കഴിയട്ടെ. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്റെ അമ്മോ, ഇനി ചോദ്യം ചോദിക്കാനുണ്ടോ അമ്മായിക്ക്? ഈ ടീച്ചേഴ്സിന്റെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചോദ്യം കേട്ടെന്റെ തല തരിച്ചിരിക്കുക. അതിന്റെ ഇടയിൽ അമ്മായിയുടെ ഒരു ചോദ്യം. ഇതും കൂടി ഇരിക്കട്ടെ. ഏതായാലും നിന്റെ തല ധരിച്ചിരിക്കല്ലേ, നീ അതിനുള്ള പണിയൊക്കെ ഒപ്പിച്ചു വെക്കലുണ്ടല്ലോ. അമ്മായിക്ക് എന്താ ചോദിക്കാനുള്ളത്? പഠിപ്പിന്റെ കാര്യം വല്ലോ ആയിരിക്കും. അമ്മായിക്ക് പിന്നെ നല്ല പഠിപ്പുണ്ടല്ലോ. എടാ, എനിക്ക് അത്ര പഠിപ്പില്ലെന്ന് നിനക്കറിയാം. പക്ഷെ തോന്നിവാസം കാണിക്കാറില്ല നിന്നെ പോലെ. അല്ലെങ്കിലും ഈ പ്രായത്തിൽ എന്ത് തോന്നിയാസം കാണിക്കാനാണ്? നീ എന്ത് തോന്നിവാസാണ് കാണിച്ചിരിക്കണേ? ഞാനൊന്നും അറിയില്ലെന്ന് കരുതിയാ? ദാ അങ്ങോട്ടൊന്ന് നോക്കിയേ. എന്താ അവിടെ? ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ. അയ്യേ, ഒന്നും കാണാതാക്കിയത് നീയല്ലേടാ. ഇന്നലെ സോഫിയുടെ മേലിൽ പടക്കം എറിഞ്ഞു, ആ നക്ഷത്രം നശിപ്പിച്ചു. ഇതൊന്നും ഞാൻ അറിയില്ലെന്ന് നീ കരുതിയോ? ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. അമ്മായി അറിഞ്ഞാ പിന്നെ പത്രത്തിൽ കൊടുക്കണ്ടല്ലോ. ഒറ്റ കീറി അമ്മായി, അതിന്റെ പേരാണ് കരിഞ്ഞ നക്ഷത്രം. ഏ ഇനി മുതൽ സോഫിയുടെ
അയ്യ, നല്ല പേര്. ഓ, ഇത്രയും നല്ല പേരിടാൻ കഴിയുമെന്ന് ഞാൻ കരുതിയില്ല. നല്ല പേര് അല്ലേ അമ്മായി? ഈ കൊച്ചപ്പ വെച്ചത് ഞാൻ. ഏ? ആ, അയ്യോ, നിർത്ത് നിർത്ത്, ആള് കയറാനുണ്ട്. സൂക്ഷിച്ചു പോണേ. അയ്യോ, നിർത്ത്. ഓ, പറഞ്ഞ അനുസരണയില്ലാത്തൊരു ബസ്. കേറി കേറി, വിട്ടോ വിട്ടോ. ജോസേ, ജോസേ, അവൻ ഇനി ഒരാഴ്ചത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു തോന്നണ്ടോ? നീ ഭയങ്കര ചതിയല്ലേ കാണിച്ചത്? സോഫിയും ജോസിനും നാട്ടുകാരെ മൊത്തം എങ്ങനെ നോക്കും? നീ എന്താടാ പറയണേ? ഇന്നലെ നക്ഷത്രം ഉയർത്തിയത് സോഫി, പടക്കത്തിന് തീ കൊളുത്തിയത് അവളുടെ അനിയൻ ജോസ്. ഞാൻ ആകെ പറഞ്ഞതോ പടക്കത്തിന് തീ കൊളുത്താൻ. എന്തായാലും സോഫിക്കൊരു പേരായി, കരിഞ്ഞ നക്ഷത്രം. എങ്ങനെയുണ്ടാ പേര്?